ഒന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-32 വാക്യം നമുക്ക് വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു?
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അന്നത്തെ റോമ സഭയെ പഠിപ്പിച്ചതായ വേദവാക്യമാണ്, ദൈവം നമുക്ക് അനുകൂലമാണ്. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ വഴി നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ് നമുക്ക് പ്രതികൂലം? ദൈവം നമുക്ക് അനുകൂലം, ആരാണ് നമുക്ക് പ്രതികൂലം? നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരാണെന്ന് അറിയുന്നതാണ് നമ്മുടെ സുബോധമെന്ന് പറയുന്നത്. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എന്നെ അനുഗ്രഹിക്കാൻ അനുകൂലമാണ്, ദൈവം എന്നെ സഹായിക്കാൻ മനസ്സുള്ളവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെയുള്ളതായി എനിക്ക് പ്രതികൂലം ആരാണ്? ദൈവം എനിക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരാണ്? ഈ ആളെ തിരിച്ചറിയണം. അതാരാണെന്ന് മനസ്സിലായാൽ മാത്രമേ ദൈവം നമുക്ക് അനുകൂലമായതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോസ്തലൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്, ദൈവം നമുക്ക് അനുകൂലം, നമുക്ക് പ്രതികൂലം ആരാണ്? രണ്ടാമത്തെ ചോദ്യം, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തന്നവനായ ദൈവം അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകുവാൻ ശക്തനല്ലേ? നൽകാതിരിക്കുമോ? എന്തിന് സംശയിക്കണം? പ്രിയപ്പെട്ടവരെ, നാമെല്ലാം ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ക്രൈസ്തവരാണ്. ഓരോരോ സഭകളിൽ ഓരോരോ ദേവാലയങ്ങൾ ഇടവക്കാരായി ജനിച്ചപ്പോൾ മുതൽ അധികം പേരും ക്രൈസ്തവരായി അവരവരുടെ പള്ളിയിൽ വിശുദ്ധ മാമോദീസായ്ക്ക് മുങ്ങി, ശിശുവായിരിക്കുമ്പോൾ തന്നെ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനികളായിത്തീർന്ന പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് നമ്മൾ ബഹുഭൂരിപക്ഷം പേരും തന്നെ. നാം അങ്ങനെ തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് ഈ കൂട്ടായ്മയിൽ വരികയും ദൈവവചനം കേൾക്കുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും എന്നെ എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ജനിച്ചു വളർന്ന സഭയിൽ തുടർന്ന് ജീവിക്കുക, ജനിച്ചു വളർന്ന സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർന്ന് പോകുക. പക്ഷേ സഭയ്ക്കും സമുദായത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം അതീതനായി എനിക്ക് അനുകൂലമായിട്ടൊരാളുണ്ട്. എനിക്ക് അനുകൂലമായിട്ട് എന്നെ സ്നേഹിക്കുവാൻ, എന്നെ കരുതുവാൻ ഒരാളുണ്ട്. അവൻ്റെ അനുഗ്രഹം എന്നിലേക്ക് വരാത്തത് എനിക്കൊരു ശത്രു ഉള്ളത് കൊണ്ടാണ്. അവൻ്റെ നന്മ എനിക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് എനിക്കൊരു ശത്രു ഉള്ളത് കൊണ്ടാണ്. ആ ശത്രു ആരാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയതുകൊണ്ടാണ് പല അനുഗ്രഹങ്ങളും എനിക്ക് മുടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാം ദേവാലയങ്ങളിൽ നാം ആരാധനകളിൽ പങ്കെടുക്കുന്നവരാണ്. എൻ്റെ അപ്പനൊരു പള്ളിയിൽ, കണ്ടനാട് പള്ളിയിൽ ശുശ്രൂഷക്കാരനായിരുന്നു. അപ്പനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ദേവാലയത്തിൽ ശുശ്രൂഷക്കാരനായിട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്നു. ഇടത്തെ കാലിൽ ചെരുപ്പിടുന്നു, വലത്തെ കാലിൽ ചെരുപ്പിടുന്നു. അതിന് ശേഷം അവർ ആരാധനയ്ക്കായിട്ട് വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ പിന്നീട് ആ പുസ്തകമെടുത്ത് വായിച്ചു നോക്കി. ഈ ബഹുമാനപ്പെട്ട വൈദികൻ ഇടത്തെ കാലിൽ ചെരുപ്പിടുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രാർത്ഥനയോടെയാണ് ഇടത്തെ കാലിൽ ചെരുപ്പിടുന്നത് പുരോഹിതൻ. എന്താണ് പ്രാർത്ഥന? കർത്താവേ, ദുഷ്ടശക്തിയെ ജയിക്കുവാൻ സുവിശേഷത്താൽ എന്നെ സന്നദ്ധനാക്കണമേ എന്ന്. ഒരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഇടത്തെ കാലിലേക്ക് ചെരുപ്പിടുമ്പോൾ ആ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്, സുവിശേഷത്താൽ എന്നെ ദുഷ്ടശക്തിയെ ജയിക്കാൻ സന്നദ്ധനാക്കണമേ എന്ന്. കാരണം സുവിശേഷത്തിനേ ആ ശക്തിയുള്ളൂ എന്നും സുവിശേഷമാണ് പുരോഹിതനായാലും അയ്മേനിയായാലും
ഒരു വ്യക്തിയെ പിശാചിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കുന്നത് സുവിശേഷമാണെന്നുള്ളതായ ആ പ്രാർത്ഥനയോടെയാണ് ബഹുമാനപ്പെട്ട വൈദികൻ ആ ചെരുപ്പ് ധരിക്കുന്നത്. വലത്തെ കാലിലേക്ക് ചെരുപ്പിടുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ നിഗളത്തെ താഴ്ത്തണമേ എന്ന്. എൻ്റെ നിഗളഭാവത്തെ നീ താഴ്ത്തി തരണം. നിഗളഭാവം എല്ലാവർക്കും ഉണ്ടാകും, പുരോഹിതനും ഉണ്ടാകും, ഐമേനിക്കും ഉണ്ടാകും. അതുകൊണ്ട് വലത്തെ കാലിലേക്ക് ചെരുപ്പിടുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കും, എൻ്റെ നിഗളത്തെ നീ താഴ്ത്തി തരണം. മാത്രമല്ല, എൻ്റെ ജഡീക വികാരങ്ങളെ, എൻ്റെ ജഡീക ഇമ്പങ്ങളെ നീ എനിക്ക് അമർത്തി തരണം. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ജഡീക വികാരങ്ങളുണ്ട്, ജഡീകമായ ഇച്ഛകളുണ്ട്. അതിനെയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അമർത്തി തരണമെന്നുള്ളതായ പ്രാർത്ഥനയോടെയാണ് ഒരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ മദ്ബഹായിലേക്ക് കയറാനായിട്ട് ചെരുപ്പുകൾ ധരിക്കുന്നത്. വിശുദ്ധ ആരാധനയെ അവസാനിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ 4 പ്രാവശ്യം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനത്തോട് ചോദിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഒരു ആരാധനാ സമയത്തിനിടയ്ക്ക് 4 പ്രാവശ്യം പുരോഹിതൻ ജനത്തോട് അപേക്ഷിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും അതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ സഹോദരങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയാണ് നമ്മുടെ ബലം, അത് മാത്രമേ നമ്മുടെ ശക്തിയുള്ളൂ. നാം വിചാരിച്ചിട്ടല്ല ഇവരെല്ലാം വന്നത്. നാം വിളിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ ജനത്തെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ്, കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ മാലാഖമാരാണ് അവരെ കൊണ്ടുവന്നത്. അവരെ കൊണ്ടുവന്ന ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ചിലതെല്ലാം പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, ചിലതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരെ കൊണ്ടുവന്നത്. അവരുടെ ഹൃദയത്തിൽ സമാധാനം കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ജീവനുള്ള ദൈവം അവരെ കൊണ്ടുവന്നത്. നമ്മൾ വിളിച്ചു ശരിയാണ്, നമ്മൾ ക്രമീകരിച്ചു ശരിയാണ്. ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ കൂടി വരുവാനിട വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും പ്രാർത്ഥനയോടിരിക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ നടക്കുന്നതിന് വേണ്ടിയിട്ടും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടും, ദൈവദിനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടും, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ആ ശുദ്ധീകരണത്തിൻ്റെ ശക്തി ഇവിടെ നടക്കുവാൻ വേണ്ടിയിട്ടും, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവസ്നേഹം ഇവിടെ വ്യാപരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. കൃഷിപ്പാടത്ത് നെല്ല് വിളഞ്ഞാൽ അപ്പം പറയും, എടാ പാടത്ത് പോയിരിക്കെ, അവിടെ പ്രാവ് വരും. നെല്ല് കൊയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് മുറ്റത്ത് നിരത്തി കഴിഞ്ഞാൽ ഉടനെ അമ്മ പറയും, നീ അവിടെ പോയിരിക്കെ, ആ നെല്ല് കോഴി തിന്നരുത്, അവിടെ പോയിരിക്കെ. കൊപ്ര വെയിലത്ത് വെച്ചാൽ അവിടെയും കാവലിരിക്കണം, കൊപ്രയ്ക്ക് കാവലിരിക്കണം. മുളക് വെയിലത്ത് വെച്ചാൽ മുളക് കാക്ക കൊത്തി കൊണ്ടുപോകാതെ അതിന് വലയിട്ട് മൂടണം. ഇതൊക്കെയാണ് നമ്മുടെയെല്ലാം ചെറുപ്പകാലത്ത് നാം കണ്ടിട്ടുള്ളത്. ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതായ പ്രകൃതം. ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ആ സൂക്ഷിക്കുന്നതാണ് നമ്മുടെയെല്ലാം ബാല്യകാലത്ത് നാം കണ്ടിട്ടുള്ളതും പൈതൃകമായി നമുക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം. എന്നാൽ ഇന്ന് നാം എന്താണ് കാണുന്നത്? നാം കാണുന്നത് എല്ലാം തൂവിക്കളയുന്നു. മനുഷ്യൻ എല്ലാം നശിപ്പിച്ച് കളയുന്നു. അവൻ്റെ ജീവിതം തന്നെ തുളച്ചു കളയുന്നു, കുടുംബം തന്നെ തുളച്ചു കളയുന്നു, സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നു, ഭാവിയെ തുളച്ചു കളയുന്നു. കുഞ്ഞുങ്ങൾ അവരുടെ ആ കൂമ്പി വരുന്ന ജീവിതം അപ്പാടെ തുളച്ചു കളയുന്നു. യുവതികളും യുവാക്കന്മാരും ഭാര്യമാരും ഭർത്താക്കന്മാരും മാതാപിതാക്കന്മാരെല്ലാം ഇന്ന് തകർക്കുന്നതും നശിപ്പിക്കുന്നതുമാണ് നാം നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽപക്കങ്ങളിലുമെല്ലാം നാം കാണുന്നതായ കാഴ്ചയതാണ്. പ്രിയപ്പെട്ടവരെ, 1871 ക്ലോറോഫോം കണ്ടുപിടിച്ചത്. ജെയിംസ് സിംസൺ മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചു. അന്നത്തെ സഭ പറഞ്ഞു ഉപയോഗിക്കാൻ മേല. അന്ന് ഇംഗ്ലീഷ് ചർച്ചുണ്ട്, ഇംഗ്ലണ്ടിലെ ചർച്ചുണ്ട്. ചർച്ച് പറഞ്ഞു അതൊക്കെ ശരിയാ, കണ്ടുപിടുത്തമൊക്കെ കയ്യിലിരുന്നോട്ടെ, അതൊന്നും ഉപയോഗിക്കാൻ മേല. സഭ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് രോഗം വന്നു. ക്വീൻ വിക്ടോറിയയ്ക്ക് രോഗം വന്നപ്പോൾ വിക്ടോറിയയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ വിക്ടോറിയയെ ബോധം കെടുത്തണം, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ. അപ്പോൾ സഭ പറഞ്ഞു എന്നാൽ ഉപയോഗിച്ചു, എന്നാൽ ആ ക്ലോറോഫോം ഉപയോഗിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഒരാവശ്യം വരുന്നത് വരെയും മനുഷ്യൻ മനസ്സിലാക്കില്ല ഒന്നും. ഒരു അത്യാവശ്യം വരുന്നത് വരെയും മനുഷ്യൻ അത്യാവശ്യക്കാരനായി മാറില്ല. ഒരു അത്യാവശ്യം വരുന്നത് വരെയും
മനുഷ്യൻ അവൻ്റെ ഗമ കാണിക്കും, അവൻ്റെ ആഠ്യത്വം കാണിക്കും, അവൻ്റെ പ്രമാണിത്തരം കാണിക്കും, അവൻ്റെ പാരമ്പര്യം കാണിക്കും, അവൻ്റെ അതിതീഷ്ണത കാണിക്കും. എന്നാൽ ഒരാവശ്യക്കാരനായി ആരോഗ്യ പ്രശ്നമോ കുടുംബ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നമോ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമേ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നുള്ളൂ. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമേ മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നുള്ളൂ. അതുവരെയും മനുഷ്യൻ പറയുന്നു അത് പാടില്ല, അകറ്റി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾ അതുപോലെ തന്നെ, അതും ക്രൈസ്തവ സഭയാണ് പറഞ്ഞത് ക്ലോറോഫോം ഉപയോഗിക്കാൻ മേല, സഭ പറഞ്ഞു പാടില്ല, ആരും ഉപയോഗിച്ചില്ല. ഇതെല്ലാം ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാരനാകുന്നവരെയും ആരും സുവിശേഷത്തിലേക്ക് തിരിയാറില്ല. എൻ്റെ കുടുംബജീവിതം ആരംഭിച്ച കാലത്ത്, സഹോദരങ്ങളെ, ഞാൻ സങ്കടത്തോടെ പറയട്ടെ, എനിക്കെൻ്റെ ഭാര്യയായിട്ട് വന്ന ആളോടൊരു കയ്പായിരുന്നു, ഒരു ചെറിയ കയ്പ്. അതിൻ്റെ കാരണം അവൾ ഈ ഫെലോഷിപ്പിൽ കൂടി വരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കയ്പ്, എനിക്കൊരു ഇഷ്ടക്കുറവ്, ഒരു കയ്പ്. അന്നത്തെ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ, വേദപുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്പോസിഷൻ എഴുതുന്ന പോലെയായിരുന്നു. ഏതെങ്കിലും കുട്ടികൾ ഇമ്പോസിഷൻ സന്തോഷത്തോടെ എഴുതാറുണ്ടോ? ഇല്ല. വേദപുസ്തകം വായിക്കുന്നത് ഒരു ഇമ്പോസിഷൻ എഴുതുന്ന പോലത്തെ അനുഭവമായിരുന്നു. മാത്രമല്ല, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും, പ്രാർത്ഥനയോഗത്തിന് പോകുക എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ കഴുത്തെ കയറിടുന്ന പോലെയുള്ള ഒരനുഭവമായിരുന്നു. അത് പുറകോട്ടേ വലിക്കുകയുള്ളൂ. ദൈവമക്കളെ, ഇങ്ങനെയുള്ള കാലത്ത് അന്ന് ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് പറയുമായിരുന്നു, ഈ യേശുക്രിസ്തു എൻ്റെ വീട് വിട്ട് പോയിക്കൊള്ളായിരുന്നു എന്ന്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ, 6000 ഭൂതങ്ങളുള്ള ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ഇവിടം വിട്ട് പോകണമെന്നും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളം കൊണ്ട് ഞാനും അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, കർത്താവായ യേശുക്രിസ്തു എൻ്റെ വീട് വിട്ട് പോകണം. കാരണം എനിക്ക് ഈ സുവിശേഷം ഇഷ്ടമല്ല, എനിക്ക് ഈ സുവിശേഷത്തോട് ചേർന്ന് വരാൻ താല്പര്യമില്ല. ദൈവമക്കളെ, ഞാനും അകന്ന് നിന്ന ഒരു മനുഷ്യനായിരുന്നു. കാരണം അന്ന് എനിക്കറിയില്ലായിരുന്നു, അന്ന് എനിക്കറിയില്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു. അന്നും എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുണ്ട്, എഞ്ചിനീയറായിരുന്നു, വാഹനമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എനിക്ക് കണ്ണും കാതും ചെവിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അകത്തൊരാത്മാവുണ്ടെന്നും ആത്മാവിന് മരണമുണ്ടെന്നും ജീവനുണ്ടെന്നും ആത്മാവ് ജീവൻ പ്രാപിക്കണമെന്നും എനിക്കറിവില്ലാത്ത കാലത്ത് ഞാൻ ഈ സുവിശേഷത്തോട് അകന്നു നിന്ന മനുഷ്യനാണ്. ഞാൻ കർത്താവായ യേശുവിനോട് എൻ്റെ വീട് വിട്ട് പോയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ്. കാരണം അന്ന് എൻ്റെ അകത്തൊരാത്മാവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ അകത്തൊരാത്മാവുണ്ടെന്ന് നിനക്കറിയാവോ? നിനക്ക് വീടും വണ്ടിയും വാഹനവും, നിനക്ക് കണ്ണും കാതും, നിനക്ക് ചെവിയും മൂക്കും മാത്രമല്ല ഉള്ളത്. നിൻ്റെ അകത്തൊരാത്മാവുണ്ട്. ആത്മാവാണ് വിലയുള്ളത്. നിൻ്റെ ബുദ്ധിയല്ല വിലയുള്ളത്, നിൻ്റെ പാണ്ഡിത്യമല്ല വിലയുള്ളത്, നിൻ്റെ സൗന്ദര്യമല്ല വിലയുള്ളത്, നിൻ്റെ കഴിവല്ല വിലയുള്ളത്. നിൻ്റെ വിലയെന്ന് പറയുന്നത് നിൻ്റെ ആത്മാവിൻ്റെ വിലയാണ്. എൻ്റെ അകത്തൊരാത്മാവുണ്ടെന്ന് എനിക്കറിയില്ലാത്തതായ കാലം. അന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സുവിശേഷം വേണ്ട എന്ന്, എനിക്ക് ദൈവവചനം വേണ്ട, എനിക്ക് കൂട്ടായ്മ വേണ്ട, എനിക്ക് പോകണ്ട, യേശു ഇവിടം വിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞ കാലത്ത് എനിക്കൊരാത്മാവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജന്മനാ ക്രിസ്ത്യാനിയായിരുന്നു, പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നു. ദേവാലയത്തിൽ അപ്പനെ സഹായിക്കാൻ പോയിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. സൺഡേ സ്കൂൾ റാങ്ക് ഹോൾഡറായിരുന്നു ജയിച്ച കാലത്ത്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ എൻ്റെ അകത്തൊരാത്മാവുണ്ടെന്നും ആത്മാവ് മരിച്ചതാണെന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അകത്തൊരാത്മാവുള്ള കാര്യമോ ആത്മാവിന് ജീവനും മരണമുണ്ടെന്നോ സുബോധമില്ലാത്തതായ കാലത്ത് ഞാൻ സുവിശേഷത്തോട് താല്പര്യം കാണിച്ചില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃപയാൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ ഞങ്ങളുടെ മക്കളോട് കൂടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. ഈ കൂട്ടായ്മ ദൈവം നമുക്ക് മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല. നാം ആരെയും സഭ മാറ്റുന്നില്ല, നാം ആരും സഭ മാറുന്നുമില്ല, സഭ ഏതാണെന്ന് പോലും ചോദിക്കുന്നില്ല. ഒരു ഭക്ത സംഘടനയല്ല, ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുന്നതായ ഒരു ഇൻ്റർ ഡിനോമിനേഷണൽ ട്രസ്റ്റാണത്. ഈ ട്രസ്റ്റിൽ കത്തോലിക്ക സഭയിലുള്ളവരുണ്ട്, ഇവാഞ്ചലിക്കലുകാരുണ്ട്,
വിവിധ സഭകളിലുള്ളവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം സുവിശേഷത്തിന് വേണ്ടി, കർത്താവായ യേശുവിൻ്റെ സുവിശേഷം കേട്ട് ആ മാനസാന്തരത്തിന് വേണ്ടിയും കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഒരു സംഘടനയിലും ചേരണ്ട, ഇവിടെ മെമ്പർഷിപ്പും ഇല്ല, നിങ്ങൾ പണവും തരണ്ട, പണം പിരിക്കാനും ഞങ്ങൾ വരുന്നില്ല, പണം ചോദിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പണമില്ലാത്തത് കൊണ്ടല്ല സുവിശേഷം നടക്കാത്തത്. സുവിശേഷം പരക്കാത്തതിൻ്റെ കാരണം വിശുദ്ധന്മാരില്ലാത്തത് കൊണ്ടാണ്. ഒരു കാലത്ത് സഭയിൽ സുവിശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം അന്ന് സഭയിൽ വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഇക്കാലത്ത് സഭകളിൽ സുവിശേഷമില്ല. അതിൻ്റെ കാരണം സഭകളിൽ വിശുദ്ധന്മാരില്ല. സഭകൾക്ക് പണമുണ്ട്, സഭകളിൽ വിശുദ്ധന്മാരില്ലാത്തത് കൊണ്ട്. ഇക്കാലത്ത് സഭകളിൽ വിശുദ്ധന്മാരില്ലാത്തത് കൊണ്ട്, സുവിശേഷമില്ലാത്ത കാലത്ത് സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സന്തോഷത്തോടെ ഞാനും വിളിക്കുകയാണ്. കൃപയാൽ രക്ഷപ്പെട്ട പാപി ഞാൻ. അത് ഇന്നത്തെ എൻ്റെ മേൽവിലാസമാണ്. കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച എൻ്റെ സഹോദര സഹോദരിമാരുടെ ഇന്നത്തെ മേൽവിലാസമാണ് കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാപി ഞാനെന്ന്. നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധ ആരാധനയുടെ അവസാനം പഠിപ്പിച്ചു, സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കൂടെയുള്ള ആരും തന്നെ, ഞാനും തന്നെ ജന്മനാ വിശുദ്ധന്മാരല്ല. ഞങ്ങൾ നല്ലവരായി ജീവിച്ചവരല്ല. ഞങ്ങൾ വിശുദ്ധിയെ സൂക്ഷിച്ചവരല്ല. ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരവും നാനാവിധ ഭോഗങ്ങൾക്കും നാനാവിധ വിചാരങ്ങൾക്കും അടിമകളായി ജീവിച്ചവരാണ്. ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചവരാണ്. മദ്യപാനത്തിലും അതുപോലെയുള്ള കലഹത്തിലും കുടുംബകലഹത്തിലും എല്ലാം ജീവിച്ചവരാണ്. ഞാനും അതേ, എൻ്റെ കൂടെയുള്ള എല്ലാവരും അതേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരും തന്നെ ഒരു വിശുദ്ധരായി ജീവിച്ചവരല്ല. എന്നാൽ ഞങ്ങളെല്ലാവരെയും കാലാകാലങ്ങളിൽ ആ ദൈവത്തിൻ്റെ വചനം കേട്ട് കൃപയാൽ ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടാനുള്ളതായ ഒരു ഭാഗ്യം കിട്ടി. പിതാക്കന്മാർ സഭയിൽ പഠിപ്പിച്ചതുപോലെ സ്ലീബായാൽ രക്ഷിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. കർത്താവായ യേശുവിൻ്റെ ക്രൂശിനാലുള്ളതായ ആ രക്ഷ അനുഭവിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങൾ. ഞങ്ങൾ നിങ്ങളെക്കാൾ വ്യത്യസ്തരല്ല. ഞങ്ങൾ നിങ്ങളെക്കാൾ സവിശേഷതയുള്ളവരുമല്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെയെല്ലാം ഉള്ളവർ തന്നെയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലം മോശമായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലം നല്ലതായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചു. ഞങ്ങൾക്കൊരു സമർപ്പണമെടുക്കാൻ സാധിച്ചു. ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ഒരു സമർപ്പണമെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ പാട്ടിൽ നാം പിന്നീടൊരു വാരി പാടുന്നുണ്ട്, പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനുമെന്ന്. അതൊരാളുടെ അനുഭവ സാക്ഷ്യമാണ്. നാളെ നിങ്ങൾക്ക് വേദപുസ്തകത്തിലൂടെ ഞാനത് പരിചയപ്പെടുത്തി തരാം. ആരാണ് ഈ പാപിയിൽ പ്രധാനിയായിരുന്നയാൾ? തീമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യം നമുക്ക് വായിക്കാം. ആരായിരുന്നു പാപിയിൽ പ്രധാനി? ആരായിരുന്നു? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, പുരാതന സഭയിലും ആദിമ സഭയിലും സാക്ഷ്യം പറച്ചിലുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. ഞാൻ 1-ാം നമ്പർ പാപിയായിരുന്നു. ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. അതായിരുന്നു അപ്പോസ്തലൻ്റെ സാക്ഷ്യം. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ഭൂതകാലം എനിക്ക് പറയാനില്ല. എൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു നല്ലതും എനിക്ക് പറയാനില്ല. എന്നാൽ എനിക്ക് ദൈവം കൃപയാൽ ക്ഷമിച്ചു തന്നു. അഥവാ എനിക്ക് നല്ലൊരു ഭൂതകാലത്തെക്കുറിച്ച് പറയാനില്ല. എനിക്ക് ആകെ പറയാനുള്ളത് എൻ്റെ ഭാവി കാലം എനിക്ക് നന്നാക്കി തന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഭൂതകാലം എനിക്ക് സാക്ഷ്യമില്ലാത്തതായിരുന്നു. എന്നാൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം നന്നാക്കി തന്നതായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സാക്ഷിക്കുന്നത്. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഏതാണ് പ്രിയപ്പെട്ടവരെ ശാപമൃത്യു? ഏതായിരുന്നു? ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ പോകുന്നവരാണ് നാം. ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ ആരാധന മധ്യേ, അതിൻ്റെ ശുശ്രൂഷകൾ മധ്യേ പുരോഹിതൻ വായിക്കാൻ നിങ്ങൾ കേട്ട് കാണും. വെള്ളിയാഴ്ച ദിവസം ജീവനുള്ള ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കിയെന്ന്.
ആ ഒന്നാമത് വെള്ളിയാഴ്ച ദിവസം ഏദൻ തോട്ടത്തിൽ പിശാച് ആദാമിനെ ഹവ്വായെയും ആത്മീയമായി കൊന്നുകളഞ്ഞു പാപത്തിൻ്റെ ഫലമായിട്ട്. വെള്ളിയാഴ്ച ദിവസം കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ കുരിശിൽ കയറിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു കാൽവരിയിൽ കുരിശിൽ കയറിയെന്ന്. എന്നാൽ കർത്താവായ യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ അന്നത്തെ യഹൂദാ സഭയ്ക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 7-ാം അധ്യായം. അന്നത്തെ യഹൂദാ സഭയ്ക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, യേശുവിനെ കൊല്ലണം. കൊല്ലുമ്പോൾ എങ്ങനെ കൊല്ലണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അതാണ് 19-ന്റെ 7 വായിച്ചു നോക്കാം. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന ഉത്തരം പറഞ്ഞു. ന്യായപ്രമാണ പ്രകാരം അവനെ കൊല്ലണം. ന്യായപ്രമാണ പ്രകാരം അവനെ കൊല്ലണം. പ്രിയപ്പെട്ടവർ, യഹൂദാ സഭ എന്ന് ആക്രോശിച്ചു. അവനെ കൊല്ലണം. വെറുതെ കൊന്നാൽ പോരാ, ന്യായപ്രമാണ പ്രകാരം അവനെ കൊല്ലണം. അതിൻ്റെ 8-ാമത്തെ വാക്യം അതിശയകരമായ വാക്യമാണ്. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. ഭക്തന്മാരായ മതഭക്തന്മാരായ അന്നത്തെ മഹാപുരോഹിതന്മാരായ മതഭക്തന്മാരുടെ വാക്ക് കേട്ടിട്ട് രാജ്യം ഭരിക്കുന്ന രാജാവിന് ഭയമായി. ഇന്നും കാലം ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ, ചരിത്രം ഇന്നും ആവർത്തിക്കുന്നു. മതഭക്തന്മാരെന്നും മത നേതാക്കന്മാരെന്നും സഭയുടെ നേതാക്കന്മാരെന്നും പറയപ്പെടുന്നവരുടെ വാക്കും പ്രവൃത്തിയും കേട്ട് രാജ്യം ഭരിക്കുന്നവർ, രാജ്യം നടത്തുന്നവർക്ക് ഇന്ന് അതിശയം തോന്നുകയാണ്. അന്നത്തെ മതഭക്തന്മാരായ ആ ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും വാക്ക് കേട്ടിട്ട് രാജ്യം ഭരിക്കുന്ന രാജാവിന് ഭയമായി. ഇത്രയ്ക്ക് വില കുറഞ്ഞ വാക്കുകൾ പറയുന്നത് കേട്ടിട്ട് രാജ്യം ഭരിക്കുന്ന രാജാവിന് ഭയം തോന്നി. 21-ാം നൂറ്റാണ്ടായിട്ടും ഇതിനൊന്നും വ്യത്യാസമില്ല. സഭയെ നടത്തുന്നുവെന്നും സഭ ഭരിക്കുന്നുവെന്ന് പറയുന്നവരായ ഉന്നതന്മാരുടെ വാക്ക് കേട്ടിട്ട് രാജ്യം ഭരിക്കുന്നവർക്ക് അതിശയം തോന്നുന്നു. രാജ്യം ഭരിക്കുന്നവർക്ക് ഇന്നും അതിശയമാണ്. ഇതാണോ സഭ? ഇതാണോ സഭ എന്ന് ഇന്ന് ചോദിച്ചു പോവുകയാണ്. എന്തിനാണ് അവർ പറഞ്ഞു ന്യായപ്രമാണ പ്രകാരം അവനെ കൊല്ലണം? എന്താണ് ന്യായപ്രമാണ പ്രകാരം കൊല്ലുക എന്ന് പറഞ്ഞാൽ? ആവർത്തന പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 22-ാം വാക്യം വായിക്കേണ്ട. അവനെ കുരിശിൽ തറച്ച് കൊല്ലണം, മരത്തിൽ തന്നെ തൂക്കി കൊല്ലണം. കാരണം അവനെ ശാപമാക്കി തീർക്കണം. അവൻ മിശിഹായല്ല, അതുകൊണ്ട് അവനെ ശപിക്കപ്പെട്ടവനായിട്ട് അവനെ കൊല്ലണം. അതുകൊണ്ടാണ് അവനെ കുരിശിൽ തറച്ചു കൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് കർത്താവായ യേശുവിനെ കുരിശിൽ തറച്ചു. എന്നാൽ നിത്യനായ ദൈവം എന്ത് ചെയ്തു? അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിലെ അല്പം കാര്യം മനസ്സിലാക്കി തരികയാണ്. വചനത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. കാരണം വചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ വചനം മനസ്സിലായാൽ മാത്രമേ നമുക്കിതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം. മരത്തിന് മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ കുരിശിൽ തന്നെ തൂക്കണമെന്ന് യഹൂദന്മാർ നിർബന്ധിച്ചപ്പോൾ നിത്യനായ ദൈവം, പിതാവായ ദൈവം എന്ത് ചെയ്തു? അത് അനുവദിച്ചു. പിതാവായ ദൈവം അവനെ കുരിശിൽ തന്നെ തൂക്കുവാൻ അനുവദിച്ചു. അവൻ നമുക്ക് വേണ്ടി, അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിച്ചു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ കുരിശിൽ തന്നെ തൂക്കി കൊന്നതുകൊണ്ട് ആ ന്യായപ്രമാണത്തെ ദൈവം തകർത്തുകൊണ്ട് ആ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിലക്കി മേടിച്ചിട്ട് അബ്രാഹാമിൻ്റെ അനുഗ്രഹത്തിന് നമ്മളെ ഇന്ന് യോഗ്യന്മാരാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് യഹൂദന്മാർ കൂകി വിളിച്ചു അവനെ കുരിശിൽ തന്നെ തുറയ്ക്കണമെന്ന്. നിത്യനായ ദൈവം അവനെ അനുവദിച്ചുകൊണ്ട് ഇന്ന് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം തരാൻ വേണ്ടി അബ്രാഹാമിൻ്റെ അനുഗ്രഹം ഇന്ന് നമ്മുടെ തലമേൽ ദൈവം തന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണത്? അബ്രാഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? വിശ്വാസം. വിശ്വാസം. ഇന്ന് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഒരു വിശ്വാസം തന്നിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭാഗ്യം തന്നിരിക്കുന്നു. അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവമക്കളെ, അങ്ങനെ അബ്രാഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു. അബ്രാഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അബ്രാഹാമും ലോത്തും തമ്മിൽ വഴക്ക്. അബ്രാഹാം പറഞ്ഞു, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. വഴക്ക് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ നെറ്റിയിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇത് പറയാനുള്ളതായ സമർപ്പണം നിങ്ങൾ എടുത്താൽ മതി. അതാണ് ദൈവം നമുക്ക് അനുകൂലം എന്ന് പറയുന്നത്.
സഹോദരന്മാർ തമ്മിൽ ഭിന്നിക്കേണ്ട കാര്യമില്ല, വസ്തുതർക്കത്തിൻ്റെ കാര്യമില്ല, ഒരു തർക്കത്തിൻ്റെയും കാര്യമില്ല. നീ വലത്തോട്ടെങ്കിൽ നാം ഇടത്തോട്ടെന്ന് പറയാനുള്ളതായ ആത്മാവിൻ്റെ തീരുമാനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാം സോദോരാജാവിനോട് പറഞ്ഞു, എനിക്കൊരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്നത് മതിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വേണ്ടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ നിങ്ങൾ പറയാവോ, എന്നെ ആരും സമ്പന്നനാക്കണ്ട, എനിക്ക് സമ്പത്തല്ല വേണ്ടത്, എനിക്ക് ദൈവം തരുന്നത് മതി. അന്യായമായത് എനിക്കൊന്നും വേണ്ട, അനീതിയായതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്നത് മതി എന്ന് പറയാനുള്ളതായ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറ, അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. എന്നെ ആരും സമ്പന്നനാക്കണ്ട, ഈ ഭൂമിയിലെ മനുഷ്യർ അന്യായമായി തന്നുള്ള സമ്പത്തൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മതി. ഹല്ലേലൂയ! എൻ്റെ ദൈവം തരുന്നത് മതി എനിക്ക്, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. വേറെ ആരും എനിക്കൊന്നും തരാൻ പോകണ്ട. എന്നെ പണം തന്നോ, എനിക്ക് ഉപകാരം ചെയ്തോ, എനിക്ക് മനുഷ്യ സഹായമല്ല വേണ്ടത്, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടത്. എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവനുള്ള ദൈവമാണ് നിങ്ങളെ കൊണ്ട് ഈ സമർപ്പണമെല്ലാം വിടിപ്പിക്കുന്നത്. ദൈവം തരുന്നത് മതി മക്കളെ, മതി. ദൈവം തരുന്ന പണം മതി, ദൈവം തരുന്ന വിദ്യാഭ്യാസം മതി, ദൈവം തന്ന കുടുംബം മതി, ദൈവം തന്ന കുഞ്ഞുങ്ങൾ മതി, ദൈവം തന്ന വീട് മതി, ദൈവം തന്ന ജോലി മതി, ദൈവം തന്ന ആരോഗ്യം മതി, എല്ലാ ദൈവം തന്നത് മതി. പ്രിയപ്പെട്ടവരെ, അമർത്തി കുലുക്കി ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി തരാൻ കഴിയുന്നവൻ്റെ മുമ്പിലാണ് നീ ഞാനും വന്നിരിക്കുന്നത്. അവൻ തരുന്നത് മതി എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും കുറഞ്ഞു ത്തില്ല. അവൻ തരുന്നത് മതിയെന്ന് നിന്റെ ഹൃദയം സമർപ്പിച്ചാൽ നിനക്കൊരു കുറവ് വരികയില്ല, നിനക്ക് നിറവ് മാത്രമേ വരികയുള്ളൂ. ആ നസ്രായൻ്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കാവോ? ആ യേശുവിൻ്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കാവോ? എന്നിട്ട് നിനക്കൊന്ന് പറയാവോ, യേശുവേ ഈ ചങ്കിലേക്കൊന്ന് കടന്നു വരണമേ, നസ്രായനായ യേശുവേ ഈ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, ഈ നസ്രായനായ യേശുവേ എൻ്റെ ചങ്കിനുള്ളിലേക്ക് ഒന്ന് കടന്നു വരണമേ. അത് മതി പ്രിയപ്പെട്ടവരെ, അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആരെല്ലാം പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, കർത്താവായ യേശുവേ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, എൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ സന്തതിയാകാരെ മറക്കുകയില്ല, നിന്റെ മക്കൾ അനുഗ്രഹീതരായി പോവുകയില്ല, നിന്റെ സന്തതി പരമ്പരമേൽ ദൈവത്തിൻ്റെ കൃപയൊഴുകും, തിരക്തം നിന്നെ ശുദ്ധീകരിക്കും, നിന്റെ മാറാ രോഗങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മഹാപാപങ്ങൾ ക്ഷമിച്ചു കിട്ടും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ശാപങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. നമുക്ക് യേശുവിൻ്റെ മക്കളാകാം, നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.